സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ഒരേ ഒരു ബഹളമാണ്. മോദി സർക്കാർ തോറ്റുപോയി എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഇവിടെ വന്ന് വലിയ ആഘോഷങ്ങളും മറ്റും നടത്തുന്നുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, ഇന്ത്യ ആദ്യമായിട്ട് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണോ? അല്ല, ഈ രാജ്യത്ത് ആദ്യമായാണോ ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ ഉണ്ടാകുന്നത്? അതോ 2014 മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച് ചരിത്രം ഓർമ്മയില്ലേ? അല്ലെങ്കിൽ മറവി രോഗം ബാധിച്ചതാണോ നിങ്ങൾക്കൊക്കെ? അന്നൊന്നും ഈ രാജ്യത്ത് ആരും ജനിച്ചിരുന്നില്ലേ? 2014 മുതൽ മാത്രമാണോ ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായത്? ചിലരുടെയൊക്കെ സംസാരങ്ങളും കരച്ചിലുകളും കേട്ടാൽ തോന്നും മോദിക്ക് മുമ്പുള്ള ഇന്ത്യ ഒരു സ്വർഗമായിരുന്നു എന്ന്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ എതിർക്കാൻ വേണ്ടി മാത്രം വന്ന് സർക്കാരിന്റെ 1000 പോസിറ്റീവ് കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കി നെഗറ്റീവ് മാത്രം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP പെട്ടെന്ന് പൊട്ടിമുളച്ചു, വൻതോതിൽ വൈറലായി. അവരുടെ ലക്ഷ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അതവർ സാധിച്ചെടുത്തു. എന്നാൽ ആലോചിച്ചു നോക്കിക്കേ, ശരിക്കും അവിടെ ജയിച്ചതാരാണ്? അതും മോദി സർക്കാരിന്റെ ഭരണമികവും സുതാര്യതയുമാണ്. ഇപ്പോഴിതാ അതിന്റെ തുടർച്ചയെന്നോണം അടുത്തൊരു കൂട്ടം കൂടി പൊട്ടിമുളച്ചിരിക്കുന്നു EJP. എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം? E20 പെട്രോൾ, നിതിൻ ഗഡ്കരിയുടെ രാജി, വലിയൊരു കൊള്ളയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അടുത്ത കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ E20ക്ക് പെട്ടെന്ന് ഇത്രയധികം പ്രശ്നം? ഇതൊക്കെ ഈ അടുത്ത കാലത്ത് മാത്രം പൊട്ടിമുളച്ചതാണോ? അതോ രാജ്യത്തിന്റെ ഗ്രീൻ എനർജി മിഷനെയും വികസന മുന്നേറ്റങ്ങളെയും തകർക്കാൻ ആസൂത്രിതമായി ഇറക്കിയ പുതിയ നാടകങ്ങളോ? ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ കൂട്ടങ്ങളൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്? മോദി സർക്കാരിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിമുളയ്ക്കുന്ന ഇത്തരം കൂട്ടായ്മകളുടെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന്റെ വികസന നയങ്ങളെയും മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളെയും അതിനെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങളുടെയും പൊള്ളത്തരങ്ങളാണ്. നോക്കാം. പ്രേക്ഷകരെ, മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനങ്ങളല്ല ഇതെല്ലാം. ഏതൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പും ശാസ്ത്രീയമായ കൃത്യമായ പരിശോധനകളും പഠനങ്ങളും നടത്തിയിട്ടാണ് മോദി സർക്കാർ അത് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. രാജ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം, രാജ്യസുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ച ഭരണാധികാരിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ നോക്കുന്ന ചില ലോബികളാണ് ഇത്തരം EJP പോലെയുള്ള വിചിത്ര കൂട്ടായ്മകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇന്ത്യയെ ഇന്ധന ഇറക്കുമതിയാക്കി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി സർക്കാർ എടുത്ത ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ഈ E20 പദ്ധതി. എന്താണ് ഈ E20? ഈ എഥനോളിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പ്രേക്ഷകരെ? അറിയാത്തതുകൊണ്ട് പലരും ഈ കുപ്രചാരണങ്ങളിൽ വീണു പോകുന്നുണ്ട്. നമുക്ക് കൃത്യമായി പരിശോധിക്കാം. പെട്രോളിൽ 20% എഥനോൾ ചേർക്കുന്നതാണ് E20 പദ്ധതി. എന്തുകൊണ്ടാണ് സർക്കാർ ഇത് ചെയ്യുന്നത്? E20 എന്നത് 20% എഥനോൾ, 80% പെട്രോൾ മിശ്രിതത്തെ സൂചിപ്പിക്കുന്നു. E20 എന്ന വാക്കിലെ 20 എന്ന സംഖ്യ പെട്രോൾ മിശ്രിതത്തിലെ എഥനോളിന്റെ അനുപാതത്തെ സൂചിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, എണ്ണം കൂടുന്തോറും പെട്രോളിൽ എഥനോളിന്റെ അനുപാതം കൂടും. ബയോമാസിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത് എന്നതിനാൽ അതിന് ക്രൂഡ് ഓയിൽ ആവശ്യമില്ല. ചോളം, കരിമ്പ് തുടങ്ങിയ വിളകളിൽ നിന്നാണ് എഥനോൾ കൂടുതലായി ലഭിക്കുന്നത്. ഇന്ത്യ ഇതിനകം തന്നെ ഗണ്യമായ അളവിൽ ധാന്യവും കരിമ്പും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി ആത്യന്തികമായി വാഹനങ്ങൾക്ക് എഥനോളിന്റെ വലിയൊരു ഭാഗം ഉപയോഗിക്കുന്നത് സാധ്യമായി 20% എഥനോളിന്റെ പ്രയോജനങ്ങൾ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുകയാണ്. ഇത് ജൈവ ഇന്ധനമായതിനാൽ മതിയായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മലിനീകരണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ഇന്ധന ആവശ്യത്തിന്റെ 85% നിറവേറ്റുന്നത് ഇറക്കുമതിയിലൂടെയാണ്. അതിന്റെ അനന്തരഫലമായി ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുമ്പോൾ ഇന്ത്യയിലും ഇന്ധനവില ഉയരുന്നു. ഇന്ത്യയിൽ 20% എഥനോൾ മിശ്രിതമുള്ള പെട്രോൾ ഉപയോഗിക്കുന്നത് രാജ്യത്തിന് ഗണ്യമായ ചിലവ് ലാഭിക്കാൻ സഹായിക്കും. നൂതന സാങ്കേതിക വിദ്യകൾ പ്രായോഗികമാകുമ്പോൾ പുതിയ തൊഴിൽ സാധ്യതകൾ ഉയർന്നു വരികയാണ്. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് മേഖലയിലും കോമ്പണന്റ് വിതരണത്തിലും ആഫ്റ്റർ മാർക്കറ്റ് സേവന ദാതാക്കളുടെ മേഖലയിലും പുതിയ സ്ഥാപനങ്ങളും തൊഴിലും സൃഷ്ടിക്കപ്പെടും. ഗ്യാസോലിനിൽ 20% എഥനോൾ എന്ന ലക്ഷ്യത്തിലെത്തുന്നത് രാജ്യത്തെ കാർഷിക വ്യവസായത്തിന് ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്.
ഈ നടപടികളുടെ ഫലമായി കർഷകരുടെ വരുമാനം ഉയരുമെന്നും സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞതാണ്. ഇവിടെയാണ് നമ്മുടെ കർഷകരുടെ പ്രയോജനം നിങ്ങൾ ഓർക്കേണ്ടത്. വിദേശത്തേക്ക് പണം കൊടുക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ കരിമ്പ് കർഷകരിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന എഥനോൾ ഇന്ധനത്തിൽ ചേർക്കുമ്പോൾ ആ പണം നേരെ എത്തുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ കയ്യിലേക്കാണ്. അതായത് കർഷകരുടെ വരുമാനം വർദ്ധിക്കും, രാജ്യത്തിന്റെ പണം രാജ്യത്ത് തന്നെ നിൽക്കുന്നു. ഇതിനെയാണോ ചിലർ കൊള്ളയെന്നും ജനവിരുദ്ധമെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത്? കൂടാതെ ലോകം മുഴുവൻ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും മലിനീകരണം കുറയ്ക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്ന കാലമാണിത്. പെട്രോളിൽ എഥനോൾ ചേർക്കുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം ഗണ്യമായി കുറയുന്നു. അതായത് നമ്മുടെ വായു ശുദ്ധമാകുന്നു, പരിസ്ഥിതി രക്ഷപ്പെടുന്നു. ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്ന, കർഷകരെ സഹായിക്കുന്ന ഈ പദ്ധതിയാണ് ചിലർ വണ്ടികൾ തകരുമെന്നും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഭീതി വളർത്താൻ നോക്കുന്നത്. സർക്കാരിന്റെ ഈ സുതാര്യമായ നയങ്ങളെയാണ് ഇവർ കൊള്ള എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. പ്രേക്ഷകരെ, CJP കഴിഞ്ഞു, ഇപ്പോൾ EJP വന്നു. നാളെ ഇതിലും പുതിയ പേരുകളിൽ ദേശവിരുദ്ധ ശക്തികൾ ഇറങ്ങിയേക്കാം. എന്നാൽ രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന മോദി സർക്കാരിന്റെയും നിതിൻ ഗഡ്കരിയുടെയും ശക്തമായ തീരുമാനങ്ങൾക്കൊപ്പം നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. CJP എന്ന് പറയുന്ന ഒരു സംഘടന പെട്ടെന്ന് പൊട്ടിമുളച്ചു. CJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും രാജ്യത്ത് വലിയ രീതിയിൽ കത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യമായിട്ടാണോ ഉണ്ടാകുന്നത്? ഇതിനു മുമ്പും മോദി സർക്കാർ ഭരിക്കുന്നതിന് മുമ്പും നമ്മുടെ രാജ്യത്ത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള എത്രയോ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെങ്ങാനും ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ടുണ്ടോ? അന്നൊക്കെ ഏതെങ്കിലും ഒരു മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നാരും രാജിവെച്ചിട്ടില്ല. പക്ഷേ മോദി സർക്കാരിന്റെ കീഴിലുണ്ടായ ആ തീരുമാനം, അതിനുശേഷം എടുത്ത നിലപാടും ജനാധിപത്യത്തിന് ഏറ്റവും ശരിയായ തീരുമാനമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. മന്ത്രി രാജിവെച്ചു എന്ന് പറഞ്ഞ് CJP വിജയം കണ്ടു എന്ന് ആഘോഷിക്കുന്നവർ യഥാർത്ഥത്തിൽ അതൊരു മാതൃകാപരമായ ഭരണ മികവാണ് എന്ന് കാണാൻ തയ്യാറാകണം. അപ്പോൾ ആ വിജയം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്തൊരു സംഘടന എത്തിയിരിക്കുകയാണ്, EJP. ഇവരുടെ ലക്ഷ്യമോ ഗഡ്കരിയുടെ രാജി. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? ഒരു കാര്യവുമില്ലാതെ വെറുതെ ഓരോ സംഘടന ഉണ്ടാക്കുക, മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുക, 100% പെട്രോൾ വേണമെന്ന് വാശി പിടിക്കുക. നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം കാണാതെ ഇതിൻ്റെ പോസിറ്റീവായ വശങ്ങൾ കൂടി ചിന്തിക്കുക സുഹൃത്തുക്കളെ. കാരണം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരാണ് രാജ്യത്തിന് സുരക്ഷിതമായ, രാജ്യത്തിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ എപ്പോഴും തീരുമാനിക്കുകയുള്ളൂ. അതിലൊരു വിട്ടുവീഴ്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയിട്ടാണ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഏതെങ്കിലും ഒരു സംഘടന പെട്ടെന്ന് വന്ന് മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിലൊക്കെ എന്ത് യുക്തിയാണുള്ളത്? പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇനി ഇതിന് പിന്നാലെ അതിൻ്റെയൊക്കെ പോസിറ്റീവ് വശങ്ങൾ എന്താണെന്ന് പോലും നോക്കാതെ ചാടി ഇറങ്ങും നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും. പിന്നീട് വെട്ടിലായത് രാഹുൽ ഗാന്ധിയും മോദി വിമർശകരും ഒക്കെയാണ്. കാരണം അവർക്കൊക്കെ വേണ്ടത് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി താഴെ ഇറക്കുക എന്നത് മാത്രമാണ്. അതിനൊരു ചെറിയ കാരണം കിട്ടിയാൽ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒന്നും അവർ നോക്കില്ല, വെറുതെ എഴുത്തു ചാടും. പിന്നീട് അതൊക്കെ അവർക്ക് തന്നെ വലിയൊരു നാണക്കേടായി മാറും. ഇതാണല്ലോ ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു സംഘം തന്നെ ചേർന്നുണ്ടാക്കിയ ഒരു നാടകം തന്നെയാണ് ഇതൊക്കെയെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവരുടെയൊക്കെ യഥാർത്ഥ പ്രശ്നം സാധാരണക്കാരുടെ ക്ഷേമവുമല്ല, മറിച്ച് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, BJP ഇല്ലാതാക്കുക എന്നത് മാത്രമാണ്. കഷ്ടമെന്ന് പറഞ്ഞാൽ പോലെ തീർത്തും ലജ്ജാകരമായ അവസ്ഥയാണിത്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ രാജ്യത്തിന്റെ വികസനത്തിന് കൂട്ടു നിൽക്കാനോ യോഗ്യമല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു കോൺഗ്രസ് പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ നാണം തോന്നേണ്ടതാണ്. നെഗറ്റീവ് മാത്രം നോക്കി നടക്കാതെ മോദി സർക്കാർ കൊണ്ടുവന്ന പോസിറ്റീവായ കാര്യങ്ങളും എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങളും ഒക്കെ ഒന്ന് ഇരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. നിങ്ങൾ നോക്കൂ,
കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായി നമ്മുടെ രാജ്യത്ത് എത്രമാത്രം മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതൊക്കെ കാണാൻ കണ്ണില്ലാത്തവരാണ് ഓരോ ചെറിയ വിഷയങ്ങളും പെരുപ്പിച്ച് കാട്ടി പുതിയ പുതിയ സംഘടനകൾ ഇറക്കി നാടകം കളിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സർക്കാരിനെയും കരിവാരിത്തേക്കാൻ ഇറങ്ങുന്ന ഇവർക്ക് ജനം തക്കതായ മറുപടി നൽകുമെന്നതിൽ സംശയമില്ല. അതിനാൽ അന്ധമായ മോദി വിദ്വേഷം മാറ്റിവെച്ച് രാജ്യത്തിന്റെ വളർച്ചയെ അംഗീകരിക്കാൻ ഇക്കൂട്ടർ എന്ന് തയ്യാറാകുന്നുവോ അന്നായിരിക്കും അവർക്കും ബോധം ഉദിക്കുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സുഹൃത്തുക്കൾ, ആവശ്യമില്ലാതെ ഓരോ സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് മോദി സർക്കാരിനെതിരെ തിരിയുക, അതൊരു ആയുധമാക്കി കോൺഗ്രസും മറ്റു പാർട്ടികളും മാറ്റുക. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.